ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രിയിൽ അയലത്തെ വീട്ടിലെ ആൻറ്റിയുടെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. അതിൻ്റെ ഇടയിലെ സീൻ പിടുത്തം കണ്ട് ആൻറ്റി പൊക്കിയതിൻ്റെ വിഷമത്തിൽ 15 വയസ്സുകാരനായ ഫില്ലിയും അവൻ്റെ കൂട്ടുകാരൻ ഷെർമാനും അതിരാവിലെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൻ്റെ മുറ്റത്തെ ചെടിയിൽ നിന്ന് ഓറഞ്ച് പറിക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് വായ് പിളർന്ന് നിൽക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്നാണ് അവിടേക്ക് ഡ്രൈവറായ ലേസർ വരുന്നത്. ഫില്ലിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ഇന്ന് ഫില്ലിയുടെ പിതാവ് ഒരു ബിസിനസ് ആവശ്യത്തിനു വേണ്ടി വിദേശത്തേക്ക് പോകുകയാണ്. അങ്ങനെ മകന് വേണ്ടുന്ന ഉപദേശം നൽകി ജോലിക്കാരെയും ഡ്രൈവറിനെയും ഏൽപ്പിച്ചു പിതാവ് പോകുന്നു. തിരികെ ഡ്രൈവറിനോടൊപ്പം ഫില്ലി വീട്ടിലേക്ക് മടങ്ങുന്നു. തിരികെ വീട്ടിലെത്തിയ ഫില്ലി ഒരു ചെറിയ വിഷമത്തോടെ വീട്ടിലേക്ക് പ്രവേശിച്ച് തൻ്റെ റൂമിലേക്ക് വരുന്നു. അടുത്ത ദിവസം രാവിലെ വെക്കേഷൻ ആയതുകൊണ്ട് പണിയൊന്നുമില്ലാതെ ഗാർഡൻ ഏരിയയിൽ ഒരു പുസ്തകം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം അവിടേക്ക് മാലോ വരുന്നു. ഫില്ലിക്ക് മാലോയെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഈ വീട്ടിലെ പുതിയ വേലക്കാരിയാണ്. ഒരു ഫ്രഞ്ച് യുവതിയായ മാലോ വർഷങ്ങളായി ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്തു വരികയാണ്. നീണ്ട നേരത്തെ സംസാരത്തിനു ശേഷം ചെറുക്കനെ ഒന്ന് മയപ്പെടുത്താമെന്ന് മാലോ വിചാരിക്കുന്നു. പെട്ടെന്ന് ഫില്ലി അവിടെ നിന്ന് എണ്ണിച്ചു പോകാൻ ശ്രമിക്കുന്നു. ഒന്ന് തടയുവാൻ മാലോ ശ്രമിച്ചെങ്കിലും ഫില്ലി ഒരു ചെറുപുഞ്ചിരിയോടെ വേലക്കാരിയുടെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോകുന്നു. ഒരു ദീർഘനിശ്വാസം വിട്ട് മാലോ വലിയ ആലോചനയിൽ മുഴുകുന്നു. റൂമിലെത്തിയ ഫില്ലി വേലക്കാരി ഡ്രൈവറിൻ്റെ കൂടെ പുറത്തു പോകുന്നത് കണ്ട് വേഗം വേലക്കാരിയായ മാലയുടെ റൂം പരിശോധിക്കുന്നു. അവളുടെ വസ്ത്രങ്ങളും മറ്റും മണപ്പിക്കുകയും അവളുടെ കത്തുകൾ മറ്റും വായിക്കുകയും ചെയ്യുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഡ്രൈവറും വേലക്കാരിയും തിരികെ വരുന്നു. അന്നേ ദിവസം രാത്രിയിൽ ഡ്രൈവറിൻ്റെ ഉപദേശം മറ്റും കേട്ട് ഫില്ലി ഉറങ്ങുവാൻ കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു ക്യാമറയും കൊണ്ട് മറിഞ്ഞിരുന്ന് വേലക്കാരിയുടെ റൂം നിരീക്ഷിക്കുന്നു. വിചാരിച്ചതുപോലെ ഒന്നും കാണുന്നില്ല. വിഷമത്തോടെ ഫില്ലി കുറച്ചു നേരത്തിന് ശേഷം സ്വിമ്മിംഗ് പൂൾ സൈഡിലേക്ക് നടക്കുന്നു. മനോഹരമായ കാഴ്ചയും ആസ്വദിച്ച് കുറച്ചു നേരത്തിന് ശേഷം ഒരു സൈക്കിൾ എടുത്ത് വേലക്കാരിയുടെ റൂമിൻ്റെ വെളിയിൽ അവൾ കാണുകെ ചുറ്റുന്നു. അന്നു രാത്രിയിൽ വിഭവസമൃദ്ധിയായ ആഹാരമുണ്ടാക്കി മാലോ ഫില്ലിയുടെ അടുക്കലേക്ക് വരുന്നു. അടുത്തു നിന്ന് അവനോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. വേലക്കാരിയുടെയും ഫില്ലിയുടെയും സംഭാഷണങ്ങൾ അടുത്ത റൂമിൽ നിന്ന് ഡ്രൈവർ കേൾക്കുന്നു. ചെറുക്കൻ്റെ പ്രവൃത്തികൾ മാലോ തൻ്റെ വഴിക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സ്വാതന്ത്ര്യമെടുത്ത് ഫില്ലിയോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കന്യകയായ കൗമാരക്കാരനെ തൻ്റെ റൂമിലേക്ക് ക്ഷണിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഫില്ലി മാലോയുടെ റൂമിലേക്ക് വരുന്നു. വാതിൽ തുറന്ന് അകത്തു കയറിയപ്പം തൊട്ട് ഫില്ലിയുടെ നോട്ടം മുഴുവനും മാലോയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറുക്കനെ ഒന്ന് കൊതിപ്പിച്ചു നിർത്തുവാൻ മാലോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജീവിതത്തിൽ ഒരുപാട് കൊതിച്ച കാഴ്ചകൾ കണ്ട സന്തോഷത്തിൽ ഫില്ലി ആ രാത്രിയിൽ കൂട്ടുകാരനായ ഫെർമാൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കൂട്ടുകാരനോട് കണ്ട ഉടൻ വള്ളിപുള്ളി തെറ്റാതെ കൂട്ടുകാരനോട് കാര്യങ്ങൾ പറയുന്നു. പിന്നീട് കൂട്ടുകാരൻ്റെ ഉപദേശങ്ങൾ അത് കേട്ടുകൊണ്ട് ഫില്ലി അടുത്ത ദിവസം വേലക്കാരിയുടെ അടുക്കലേക്ക് പോകുന്നു. കിട്ടിയ അവസരങ്ങളൊന്നും ചെറുക്കനെ കൊതിപ്പിക്കാൻ ബില്ലി മറന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും കൂട്ടുകാരനായ ഫോർമാനോട് പറയുവാൻ ഫില്ലി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ഉപദേശങ്ങളും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേലക്കാരിയും കൂട്ടി ഫില്ലി സിനിമ കാണുവാൻ പോകുന്നു. കൈകൾ അടക്കി വയ്ക്കുവാൻ കഴിയാത്ത ഫില്ലിയെ മാലോ നല്ലവണ്ണം സഹായിക്കുന്നു. അതോടൊപ്പം തിരികെ വരുന്ന വഴിയിൽ കാറിലുള്ള പരിപാടികൾ ഡ്രൈവറിൻ്റെ കണ്ണിനും കുളിർമയേകുന്നു. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലെത്തിയ മാലോയും ഫില്ലിയും പെട്ടെന്ന് പിതാവിൻ്റെ ഫോൺ കോൾ വരുന്നു. ഫോൺ സംസാരിക്കാൻ തുടങ്ങിയ ഫില്ലിയെ മാലോ നല്ലവണ്ണം ചൂടാക്കുന്നു. ഒരു കൗമാരക്കാരൻ സഹിക്കുന്നതിൻ്റെ പരിധികൾക്കപ്പുറം. ഫില്ലി ഫോൺ വയ്ക്കുന്നു. ഡ്രൈവർ അവിടേക്ക് കടന്നു വരുന്നു. ഡ്രൈവറിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫില്ലി വേലക്കാരിയോടൊപ്പം റൂമിലേക്ക് പോകുന്നു. മാലോ ഒരുപാട് ആശിച്ചെങ്കിലും ഫില്ലി പേടിച്ചു പുറത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം കൂട്ടുകാരനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. തിരികെ വന്ന ഫില്ലിയുടെ അടുക്കലേക്ക് മാലോ വന്നെങ്കിലും ഒരു മൈൻഡുമില്ലാതെ അതുവഴി പോകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഫില്ലി. ആകെ വിഷമിച്ച് നടക്കുന്ന ഫില്ലിയെ മാലോയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ഫില്ലി മാലയുടെ അടുക്കലേക്ക് വരുന്നു. പിണക്കമെല്ലാം മാറ്റി മാലയെ കൊണ്ട് ഡിന്നർ കഴിക്കുവാൻ വേണ്ടി ഫില്ലി പുറത്തേക്ക് പോകുന്നു.
കാറിൽ കയറിയ ഉടൻ ഫില്ലി പണി ആരംഭിച്ചുവെന്ന് ഡ്രൈവർ അറിയിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിലെത്തി. ആഹാരം കഴിക്കുന്നതിനോടൊപ്പം കൈകൊണ്ടുള്ള കലാപരിപാടികൾക്ക് ശേഷം സന്തോഷവാനായി ഫില്ലിയും മലോയും തിരികെ വീട്ടിലെത്തിച്ചേരുന്നു. കലാപരിപാടികൾ. മലയെ കൊല്ലപ്പെടുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഡ്രൈവറിനോട് സഹായം തേടുന്നു ഫില്ലി. ഡ്രൈവറിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിടുന്നു. അടുത്ത ദിവസം രാവിലെ കുഴിയിൽ മലയെ കാണുന്നില്ല. ഭയന്നു വിറച്ച് ഫില്ലി എന്തു ചെയ്യണമെന്നറിയാതെ ഡ്രൈവറിൻ്റെ അടുക്കലേക്ക് വരുന്നു. അവസരം മുതലാക്കുന്ന ഡ്രൈവർ ഫില്ലിയെ ഭീഷണിപ്പെടുത്തി $10,000 വാങ്ങുന്നു. പെട്ടെന്ന് മില്ലിയുടെ അടുക്കലേക്ക് ഡ്രൈവർ. ഇതെല്ലാം ഡ്രൈവറിൻ്റെയും മലയുടെയും നാടകമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഫില്ലിയോട് അന്നേ ദിവസം രാത്രിയിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു മലയെ. തുടർന്ന് ഫില്ലി പോലീസിൻ്റെ സഹായം തേടുന്നു. തൻ്റെ എല്ലാമെല്ലാമായ വേലക്കാരിയെ കൂട്ടുകാരൻ ഷെർമാൻ്റെ സഹായത്തോടെ രക്ഷിക്കുന്നു. രക്ഷപ്പെട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. തിരികെ നാട്ടിൽ വന്ന പിതാവിനോട് ഡ്രൈവറിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പിതാവ് ഡ്രൈവറോട് ക്ഷമിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മലെ പുതിയൊരു വീട്ടുജോലിക്കായി അവിടെ നിന്ന് പോകുന്നു. വിഷമത്തിലായ ഫില്ലി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നു. ശുഭം.